വണ്ടി റിവറിൻ്റെയാണ്, 10,000 കിലോമീറ്റർ ഓടി. അപ്പോഴത്തേനും ടയറിൻ്റെ അവസ്ഥ ഇതാണ്, നൂല് തെളിഞ്ഞു. അപ്പം കുറച്ച് കടകളിൽ ചോദിച്ചപ്പോൾ എല്ലാവരും അഴിക്കാൻ ഒരു കോംപ്ലിക്കേഷനാണ് പറഞ്ഞത്. പക്ഷേ ഒരു കടയിലെ ചേട്ടൻ എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ടയർ വാങ്ങിച്ചു. ഏപ്രിലെ ടയറും ഇതിൻ്റെ ടയറും സെയിമാണ് ബാക്കിൽ. പിന്നെ ഒരു പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ബൈക്കുമായിട്ട് ചെയിൻ കവർ ഇതിന് അഴിക്കണം. ബാക്കി വണ്ടിക്കൊന്നും ചെയിൻ കവർ അഴിക്കണ്ട. ഇതിൻ്റെ ചെയിൻ കവർ അഴിച്ചാലേ ടയർ ഊരി വരത്തുള്ളൂ. കാരണം ചെയിൻ ആ സ്പ്രോക്കറ്റിൽ നിന്ന് പിടിക്കണം, എന്നാലേ ചെറിയ സ്മൂത്തായിട്ട് ഊരി വരത്തുള്ളൂ. റൈറ്റ് സൈഡിൽ 22 നെട്ടാണ് വരുന്നത്. ഇത് റിങ്ങിട്ട് അഴിക്കാൻ പറ്റത്തില്ല, ബോക്സ് ഇട്ട് തന്നെ അഴിക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആക്സിലേറ്റർ വലിച്ച് ഊരിയെടുക്കുക, നെട്ട് അഴിച്ചിട്ട് എൻ്റെ ചെയിൻ ആ സ്പ്രോക്കറ്റിൽ നിന്ന് ഊരിടുക. എൻ്റെ പുറകോട്ട് വലിച്ചെടുക്കുമ്പോൾ കാലിപ്പറിൽ നിന്ന് ഓൾറെഡി ഡിസ്ക് ഊരി പോകുന്നത്. അതിനുശേഷം മെഷീന് വെച്ച് തന്നെ ടയർ ഊരുക. കാരണം മെഷീൻ ഉള്ളിടത്ത് തന്നെ കൊടുത്ത് ഊരാൻ ശ്രമിക്കുക, വേറെ ഒന്നും കൊണ്ടല്ല. ലിവറിട്ട് തള്ളിക്കഴിഞ്ഞാൽ എൻ്റെ പഴയ വണ്ടി ഓൾറെഡി പോയതാണ്, അല്ലെങ്കിൽ ഫുള്ള് സ്ക്രാച്ച് ആയി കളയാം. അപ്പോൾ ഇങ്ങനെ മെഷീൻ ഉള്ളിടത്ത് പോയി ചെയ്യുവാണെങ്കിൽ സ്ക്രാച്ച് ഒന്നും ആകാതെ ക്ലിയർ ആയിട്ട് നമുക്ക് ടയർ ഊരിയെടുക്കാം. അതിനുശേഷം ഇപ്രാവശ്യം ഇടുന്നത് C8-ൻ്റെ ടയറാണ്. അത് ഏപ്രിലേ വരുന്ന ബൈക്ക് ടയർ. സൈസൊക്കെ സെയിമാണ്, കമ്പനി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ടയർ മെഷീനിൽ തന്നെ പ്രസ് ചെയ്ത് കയറ്റുക. എന്നിട്ട് പിന്നെ വണ്ടിയെ കൊണ്ട് ഇടാനും വലിയ പാടൊന്നുമില്ല. എനിക്ക് കുറച്ച് ഭാഗങ്ങളൊക്കെ ആളെ നിർത്തി ചെറിയ സപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യാൻ പോയതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ടയർ അഴിച്ചിട്ട് ടയറും ആ സ്പ്രോക്കറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റബ്ബർ കട്ടുകളൊക്കെ ഉണ്ട്. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ ഒന്ന് സഹായിക്കാനായിട്ട് പോയത് കൊണ്ട് എനിക്കിത് വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയില്ല. നമ്മൾ സാധാ ബൈക്കിൻ്റെയൊക്കെ അഴിക്കുന്ന പോലെ തന്നെ കുറച്ച് റബ്ബറിൻ്റെ കട്ടുകൾ, അപ്പം അത് കൂടി ഊരി വെച്ചിട്ട് വേണം ടയർ മെഷീനിലിടാൻ, അല്ലെങ്കിൽ മെഷീനിൽ കയറാൻ പാടാം. അപ്പം ആ റബ്ബർ കട്ടയും കൂടെ തിരിച്ച് ഇട്ടിട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഫിക്സ് ചെയ്യാനും വലിയ പാടൊന്നുമില്ല. ടയർ ബ്രേക്ക് പാഡിന് ഇടയ്ക്കൂടെ കറക്റ്റായിട്ട് ഡിസ്ക് കയറി വീഴുന്ന രീതിയിൽ ഇടുക. അതിനുശേഷം ചെയിൻ കയറ്റിയിടുക, ആക്സിലിൽ നട്ടിടുക. ആക്സിൽ നട്ട് മുറുക്കിയതിന് ശേഷം കവറൊക്കെ പിടിപ്പിക്കുക.